അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു പോസ്റ്റ് നമ്മുടെ ഈ വീഡിയോയുടെ മുമ്പ് വിട്ടിട്ടുണ്ട്. അതാരും നിസ്സാരമായി അവഗണിച്ചു കളയരുത്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ സഹായിക്കണം. വിശുദ്ധമായ റമദാൻ മാസമാണ്. സ്വതക്ക കൊണ്ടും സകാത്ത് കൊണ്ടും മുഖരിതമാകുന്ന ഒരു സമയം കൂടിയാണ്. ആ സമയത്ത് നിങ്ങളുടെ അകമയിഞ്ഞ സഹായങ്ങൾ അതിലേക്ക് നിക്ഷേപിക്കുക. ഒരിക്കലും തന്നെ വെറുതെയായി പോവുകയില്ല. അർഹമായ കൈകളിലേക്കാണ് എത്തുന്നത്. അർഹമായ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞങ്ങൾ അള്ളാഹുവിന്റെ പാർട്ടിക്കാരാണ്, അള്ളാഹുവിന്റെ സുഹൃത്തുക്കളാണ്. ഞങ്ങൾ യഥാർത്ഥ തൗഹീദ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വിഷ്ടം ജിന്നു മുജാഹിദ് എന്ന ജിന്നു പൂജ പ്രസ്ഥാനമുണ്ടാക്കിയതെന്ന് പറഞ്ഞ വിഷ്ടം ജിന്നുവാദികളുടെ നേതാവ് ഒരു ഉമ്മയുടെ 26 പവനോളം കവർച്ച നടത്തി കടന്നു കളഞ്ഞു. മക്കള് ചോദിച്ചിട്ട്, ഭർത്താവ് ചോദിച്ചിട്ട് കൊടുക്കുന്നില്ല, ഞങ്ങൾ തരില്ല എന്ന ധാർഷ്ട്യമാണ് ആ മൗലവിയിൽ നിന്ന്, ആ വിഷ്ടം നേതാവിൽ നിന്ന് ഈ മകനും ഭർത്താവിനും കേൾക്കേണ്ടി വന്നിട്ടുള്ളത്. നേതാവെന്ന് പറയുമ്പോ ലോക്കൽ നേതാവല്ല, മണ്ഡലം നേതാവല്ല, ജില്ലാ നേതാവല്ല, സംസ്ഥാന നേതാവാണെന്ന് മാത്രമല്ല, എല്ലാവർക്കും സുപരിചിതനായ ഒരു നേതാവാണ്. നമുക്ക് ആ ചെറുപ്പക്കാരൻ പറയുന്നത് കേട്ടു നോക്കാം. അപ്പോ ആ സ്ഥലം വാങ്ങാൻ അന്ന് ആരും പൈസ ഇല്ലാത്ത സമയത്ത് പല ആൾക്കാരും പിരിച്ചു. 6 മാസം കൊണ്ട് തിരിച്ചു തരാമെന്ന് പറയും ചെയ്തു. അപ്പോ എന്റെ ഉമ്മാന്റെ ഒരു 26 പവൻ സ്വർണം അതൊക്കെ കൊടുത്തു. 6 മാസം കൊണ്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞു. സംഘടന പിളർന്നിട്ടില്ല. ഇതൊക്കെ അന്ന് കൂടെ പ്രവർത്തിച്ചിരുന്ന ആൾക്കാരാണ്. ഇന്ന് പെരുന്തൽമണ്ണയുടെ വിശ്വത്തിന് 2 മെയിൻ ആളുകളാണ് അത് ചെയ്തത്. ഈ ചെറുപ്പക്കാരന്റെ ഉമ്മയുടെ അടുത്ത് പോയി പറഞ്ഞു, നമുക്കൊരു പള്ളി വേണം, പള്ളിക്ക് വേണ്ടി ഞങ്ങൾ ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ആ സ്ഥലത്തിന് പണം കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ തൽക്കാലം പണമില്ല. അതുകൊണ്ട് നിങ്ങളുടെ 26 പവൻ തരണം. നിങ്ങൾക്ക് 6 മാസം കൊണ്ട് ഞങ്ങൾ തിരിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണത്രേ ഈ ഉമ്മയോട് 26 പവൻ സ്വർണം കൊണ്ടുപോയത്. ആരാണ് കൊണ്ടുപോയതെന്ന് ഈ മകൻ തന്നെ അവസാനം പറയുന്നുണ്ട്. നമുക്ക് ആ ചെറുപ്പക്കാരന്റെ വാക്കുകളിലേക്ക് തന്നെ പോകാം. എന്നിട്ട് നമ്മൾ അവരോട് ചോദിക്കുമ്പോ ഞങ്ങൾ തരില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, എന്നാ സ്വർണം തരണ്ട. ആ സ്ഥലം വാങ്ങിയവര് ആരും അറിയാതെ സ്ഥലം വാങ്ങിയിട്ട് ആ സ്ഥലം സ്വന്തം പേരിൽ വാങ്ങി. പള്ളിക്ക് വാങ്ങാൻ വേണ്ടി ആൾക്കാരെ പിരിച്ച പൈസ കൊണ്ട് ആരും അവരെ കമ്മിറ്റി രൂപീകരിച്ച കമ്മിറ്റി അറിയാതെ ഈ ശരിക്ക് അവർ സ്ഥലം സ്വന്തം പേരിൽ വാങ്ങി. ഈ പണമോ ഒന്നും തിരിച്ചു തന്നിട്ടില്ല. ചെറുപ്പക്കാരന്റെ ഉമ്മയോട് പള്ളി ഉണ്ടാക്കാൻ വേണ്ടി സ്ഥലം വാങ്ങാനാണ് നിങ്ങളുടെ സ്വർണം ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ആ ഉമ്മ സ്വർണം കൊടുത്തത്. അതിനുവേണ്ടി ഒരു കമ്മിറ്റിയും ഉണ്ടാക്കി. എന്നാൽ പള്ളി നിർമ്മാണത്തിന് വേണ്ടി ഉണ്ടാക്കിയ കമ്മിറ്റി അറിയാതെ, മറ്റാരും അറിയാതെ രഹസ്യമായി ഈ നേതാവ് ആ സ്ഥലം സ്വന്തം പേരിൽ അടിച്ചു മാറ്റി. സ്വർണമാണെങ്കിൽ, മറ്റുള്ളവരോട് വാങ്ങിയ പണമാണെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ടും തിരിച്ചു കൊടുത്തിട്ടുമില്ല. എന്റെ ഉപ്പ കേസിന് പോയത് കൊണ്ട് പണം തരില്ല എന്നാ പറഞ്ഞു. എന്നാ ഞങ്ങളെ സ്വർണം തരണ്ട, ആ സ്ഥലം പള്ളിക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ഇയാളെ വീട്ടിൽ ഞാൻ പോയി, ഇയാളുടെ അമ്മോസാക്കാനെ വീട്ടിൽ പോയി, അങ്ങനെ പല വീട്ടിൽ പോയി സംസാരിച്ചു. അത്രയും ബുദ്ധിമുട്ടാണ് സംസാരിച്ചത്. പക്ഷെ ഞങ്ങൾ പള്ളിക്കും ആ സ്ഥലം കൊടുക്കില്ല എന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. എങ്ങനെയുണ്ട്? അള്ളാഹുവിന്റെ അടുത്ത സുഹൃത്തുക്കളാണ് ഞങ്ങളെന്ന് പറയുന്ന ഈ വിഭാഗം. ആ വിഭാഗത്തിനോട് ഈ ചെറുപ്പക്കാരൻ സംസാരിച്ചു അത്രേ. അവന്റെ പിതാവും പോയി സംസാരിച്ചു അത്രേ. 26 പവൻ എന്റെ ഭാര്യയുടെ, എന്റെ ഉമ്മയുടെ സ്വർണം കൊണ്ടുപോയിട്ടുണ്ട്. പള്ളി നിർമ്മിക്കാനെന്ന പേരിലാണ് വാങ്ങിയത്. ഇതുവരെ എവിടെയും പള്ളിക്ക് വേണ്ടി സ്ഥലം വാങ്ങിയതായിട്ടോ എവിടെയും പള്ളി നിർമ്മിക്കുന്നതായിട്ടോ ഞങ്ങൾക്ക് അറിവ് ലഭിച്ചിട്ടില്ല. മാത്രവുമല്ല 6 മാസമാണ് ഞങ്ങളോട് അവധി പറഞ്ഞിരുന്നത്.
ചോദിക്കുന്നത് 6 മാസം കഴിഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വർണം വേണം. പക്ഷേ ഇവർക്ക് ആശ്വാസകരമാകുന്ന വിധത്തിൽ ഒരു മറുപടിയും കൊടുക്കാത്തത് കാരണം ഇവർ നിയമപരമായി കേസിന് പോയി. അതോടുകൂടി നമ്മുടെ സംസ്ഥാന നേതാവിന്റെ മട്ടും ഭാവവും ഒക്കെ മാറി. ആ നേതാവ് പറഞ്ഞു അത്രേ, ഇദ്ദേഹത്തിന്റെ പിതാവ് കേസിന് പോയിട്ടുണ്ട്, അത് കാരണം ഞങ്ങൾ ആ സ്വർണം തരില്ല എന്ന് പറഞ്ഞു. ഹക്കും ബാത്തിലുമുള്ള അള്ളാനെ പേടിയുള്ള വഹാബികളാണത്രേ ഇവർ. അള്ളാനെ പേടിച്ചിട്ടാണത്രേ യഥാർത്ഥ തൗഹീദ് പറയാൻ വേണ്ടി കേരളത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നത്. അങ്ങനെയുള്ള ആളുകളാണ് കേസ് കൊടുത്തത് കാരണത്താൽ ഇനി സ്വർണം തരില്ല എന്ന് പറയുന്നത്. ഈ സാധുക്കൾ അവസാനം പറഞ്ഞു, 6 മാസം കഴിഞ്ഞിട്ട് എന്റെ ഉമ്മയുടെ സ്വർണം തരും എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, ഇനി ഞങ്ങൾക്ക് അത് വേണമെന്നില്ല. നിങ്ങൾ വാങ്ങിയ സ്ഥലം അത് പള്ളിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്താൽ മതി, നിങ്ങൾ പള്ളി എടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ പള്ളിയും എടുക്കില്ല, ഞങ്ങൾ സ്ഥലം പള്ളിക്ക് വേണ്ടി കൊടുക്കുകയുമില്ല, നിങ്ങളുടെ സ്വർണവും തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുടുംബത്തെ പറഞ്ഞയച്ചു. ആരാണ് ഈ സംസ്ഥാന നേതാവ്? ചെറുപ്പക്കാരൻ തന്നെ പറയട്ടെ. ഇത്തരം ആളുകൾ ഒരു ആദർശമായി കൊണ്ടുവന്നുകൊണ്ട് എന്താണ് ഇവർ അർത്ഥമാക്കുന്നതിൽ മനസ്സിലാവുന്നില്ല. ഞങ്ങളാണ് അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, ഞങ്ങളാണ് അള്ളാഹുവിന്റെ ഏറ്റവും നല്ല ആളുകൾ, മുജാഹിദുകളാണെന്ന് പറഞ്ഞ് ഇത്തരം ആളുകൾ വരുമ്പോ വിശ്വത്തിന്റെ മെയിൻ 2 നേതാക്കൾ ഹാരിസ് ബിൻ സലീം ഇവരാണല്ലോ പെരുന്ന വന്ന ആളുകൾ, പിന്നെ 2 വ്യക്തികളുണ്ട്, ഞാൻ പേര് പറയുന്നില്ല അവരെ. അപ്പോ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ എന്താണ് മനസ്സിലാക്കുന്നത്, ബാക്കി വല്ല മനസ്സിലാക്കി കൊടുക്കുന്നത്? മഹാനായ നേതാവ് മറ്റാരുമല്ല, ഹാരിസ് ബിൻ സലീമാണ്, ആ മഹോന്നതനായ സംസ്ഥാന നേതാവ്. ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ്, ഇവരെന്ത് മുജാഹിദുകളാണ്, ഇവരെന്ത് അല്ലാഹുവിനെ പേടിയുള്ളവരാണ്, ഇവരെന്ത് അല്ലാഹുവിന്റെ സുഹൃത്തുക്കളാണ്, ഇങ്ങനെയുള്ളവർ എന്ത് ആദർശത്തിന്റെ പേരിലാണ് നിൽക്കുന്നതെന്ന് ഈ ചെറുപ്പക്കാരന് മനസ്സിലാകുന്നില്ല. മോനെ, ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിക്കോ, വഹാബിസം എന്ന് പറഞ്ഞാൽ അത് കൊള്ളയുടെയും കൊള്ളിവെപ്പിന്റെയും കൊലപാതകത്തിന്റെയും കഅബയിൽ നിന്ന് കട്ടവന്റെയും പാരമ്പര്യമുള്ള ഇബ്നു അബ്ദുൽ വഹാബിന്റെ കൂടാരം മാത്രമാണ്. അവിടെ ആദർശമില്ല, അവിടെ സത്യമില്ല, അവിടെ ഹക്കില്ല, അവിടെ ബാത്തിൽ മാത്രമാണുള്ളത്. അതുകൊണ്ട് നിന്നെ പോലെയുള്ള ചെറുപ്പക്കാർ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് രാജിവെച്ച് രക്ഷപ്പെടലാകും ഏറ്റവും നല്ലത്. അതാണ് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.